ഇതിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്ലസ് ടുവിൻ്റെ കാര്യങ്ങൾ അരുൺ സാർ പറഞ്ഞു. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ വളർച്ചയിൽ എല്ലാ കുട്ടികളും 12ാം ക്ലാസ് വരെ സ്കൂളിൽ പോകാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു കാര്യം. അഥവാ നേരത്തെ ഒരു 10-15 കൊല്ലം മുന്നേ ഒരു കൂട്ടം 1ാം ക്ലാസ്സിൽ ഒരു കൂട്ടം കുട്ടികൾ ചേർന്ന് കഴിഞ്ഞാൽ അതിൽ 10ാം ക്ലാസ്സിൽ എത്തുന്ന ആളുകൾ 50%, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്ന ആളുകൾ, പിന്നീട് പഠിക്കാൻ പോകുന്ന ആളുകൾ ഒരു 30% ഒക്കെ ആയിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ പ്രശ്നങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ ഒക്കെയുള്ള കുട്ടികൾ അതിനിടയിൽ തന്നെ കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു, അല്ലെങ്കിൽ കൊഴിച്ചു വിടുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അങ്ങനെ കൊഴിഞ്ഞു പോവുകയോ കൊഴിച്ചു വിടുകയോ ചെയ്യുന്ന കുട്ടികളെ ചേർത്ത് പിടിക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാവുകയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ആ ഒരു തരത്തിൽ വളർന്നു വരികയും ഒരു കുട്ടി പോലും പുറത്താകാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല എന്നുള്ളൊരു നയത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനമാകെ, അതുപോലെ സാമൂഹ്യമായ സംവിധാനങ്ങളാകെ വളരുകയും ചെയ്തതിൻ്റെ ഒരു പ്രതിസന്ധിയുണ്ട്. അതൊരു പ്രതിസന്ധിയായി മാറുന്നത് ഈ പെരുമാറ്റ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സ്വഭാവ പ്രശ്നങ്ങളൊക്കെയുള്ള ചില കുട്ടികളെ തിരുത്തലിനാവശ്യമായ സംവിധാനങ്ങളിലൂടെ കടന്നു വരാതെ തന്നെയാണ് ഇവർ സ്കൂളിലെത്തുന്നത്. തിരുത്തലിനാവശ്യമായ പുതിയ ലോകവീക്ഷണത്തിൽ പുതിയ മനഃശാസ്ത്രവും മനോരോഗശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും സോഷ്യൽ വർക്കും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത് വേണ്ടത്ര രീതിയിൽ അതിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് ഈ കുട്ടികൾ വരുന്നുമില്ല. ഇതാണ് ഒന്നാമത്തെ ഒരു പ്രതിസന്ധി. രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് അതിനനുസരിച്ച് വളരുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപക സംവിധാനം, അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മളുടെ കൗൺസിലിംഗ് സംവിധാനം, അതുമായി ബന്ധപ്പെട്ട ലിങ്കേജ്, അതുമായി മറ്റ് മനഃശാസ്ത്ര മേഖലയുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനം ആ മേഖലയിൽ വളർന്നു വന്നിട്ടുമില്ല. ഇതാണ് സാമൂഹ്യമായിട്ട് ഈ പ്രശ്നത്തെ കാണാനുള്ള ഒരു ഭാഗം. മറ്റൊന്ന്, ഇത്തരം സംഗതികളെയെല്ലാം ശാസിച്ചും ശിക്ഷിച്ചും അടിച്ചുമൊക്കെയാണ് പരിഹരിക്കേണ്ടത്, പുറത്താക്കിയുമാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളൊരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഒരു കുട്ടി ഇത്തിരി പെരുമാറ്റ പ്രശ്നങ്ങൾ കാണിക്കുമ്പോഴേക്കും ആ കുട്ടിയെ അങ്ങേയറ്റം മോശക്കാരനാക്കി പഴയതിനെ മുഴുവൻ ആ കുട്ടി ഇല്ലാതാക്കുന്നു, മൂല്യത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് സമൂഹം വരുന്നതും. ഇതിനൊരു പ്രശ്നം, ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള ഒരു സംഗതി, നിയമങ്ങൾ മാറി എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇതിനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 75 അനുസരിച്ച് ക്രൂവൽറ്റി ടു ചൈൽഡ് കുട്ടിയെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നതും ഒരു ക്രിമിനൽ കുറ്റമാണ് എന്നുള്ളത് കൊണ്ട് ആ ചർച്ചയുടെ ഭാഗമായിട്ട് കൂടി ഇതാ നിയമവും സ്റ്റേറ്റും ഇതിനെ കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നത്തെ, അല്ലെങ്കിൽ കുട്ടികളുടെ ക്രിമിനൽ സ്വഭാവത്തെ, ആ വാക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്, ക്രിമിനൽ സ്വഭാവത്തെ വളർത്തുകയാണ് എന്നുള്ളൊരു ബോധ്യമുണ്ട്. അങ്ങനെയല്ല, മറിച്ച് ലോകത്ത് വളർന്നു വന്ന എല്ലാ സമൂഹങ്ങളും, സന്തോഷം അനുഭവിക്കുന്ന എല്ലാ സമൂഹങ്ങളും കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നത്തെയും സ്വഭാവ പ്രശ്നത്തെയും കൃത്യമായി പരിഗണിച്ച് പരിഹരിച്ചു പോകുന്ന സംവിധാനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാണണം എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ അഭിപ്രായം.